നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വയോജന ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഗായകൻ സുനിൽ ജോൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പൊന്നൂക്കര റോഡിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നു. അധികാരികൾ അവഗണിക്കുന്നതായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃതോത്സവം നമ്മുടെ നാടിന്റെ തിരപുരാതനമായ സംസ്കൃതിയെ അന്തസത്ത ചോരാതെ പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന മഹത്തായ ദൗത്യമാണ് ഓരോ സംസ്കൃത അധ്യാപകനും നിർവഹിക്കാനുള്ളത് എന്ന് തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി അഭിപ്രായപ്പെട്ടു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഡോക്ടർ A അൻസാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ശ്രീകാന്ത് VU സ്വാഗതവും സംസ്കൃത ഭാരതി അഖിലേന്ത്യാ കാര്യദർശി വാചസ്പതി P നന്ദകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ AEO PJ ബിജു, ബിന്ദു KP, ഷൈജു OK, ഹരീഷ് P സൗമ്യ, അനുരാഗ്, നന്ദിനി, രാഹുൽ OS എന്നിവരും സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജ് അധ്യാപിക ഡോക്ടർ ജോത്സ്ന സംസ്കൃത ഭാഷ ആധുനികതയുടെ നാൾവഴികൾ എന്ന വിഷയത്തിൽ വിഷയം അവതരിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ്. അന്താരാഷ്ട്ര വയോജന ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനവും ജയശ്രീ ഹാളിൽ വെച്ച് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, നോഡൽ ഓഫീസർ ഡോക്ടർ ഷീജ, മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ചിത്ര എന്നിവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ്, ശ്രീ വ്യാസ NSS കോളേജിലെ വിദ്യാർത്ഥികൾ, ആശമാർ എന്നിവർ നേതൃത്വം നൽകിയ പോഷകാഹാര പ്രദർശനം, യോഗ ആൻഡ് മെഡിറ്റേഷൻ വിശദീകരണം, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പറയുന്നത് എങ്കിൽ പോലും ആ കാര്യത്തിൽ കുറെ കൂടി ഗൗരവപ്പെട്ട ഇടപെടൽ ഉണ്ടാകണം എന്ന് ഈ അവസരത്തെ കൂടി പ്രത്യേകിച്ച് നമ്മൾ പ്രയാസപ്പെട്ട് ചെല്ലുന്നവരോട് ആ നിലയിലുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തില് വളരെ വിനയപുരസരം എല്ലാവർക്കും വേണ്ടി സൂചിപ്പിക്കുക. മറ്റൊന്നെന്താ, നമ്മളെല്ലാവരും ചേർന്നാലാണ് ഈ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. തീർച്ചയായും ഇതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ജീവിതശൈലി, രോഗവിഭാഗം, നേത്രരോഗ വിഭാഗം, ഹൃദയരോഗ വിഭാഗം, എല്ലുരോഗ വിഭാഗം, അതുപോലെ തന്നെ മാനസികാരോഗ്യ വിഭാഗം, യോഗ ആൻഡ് മോഡിറ്റേഷൻ, ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ, ഹെൽത്ത് എക്സിബിഷൻ, ഇത്രയും പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിർവഹിക്കപ്പെടുന്നു. ഈ സേവനങ്ങൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നേരത്തെ പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. ഗായകനും BRC ട്രെയിനറും മുൻ BPCയുമായ സുനിൽ ജോൺ മാത്യുവാണ് സൃഷ്ടിക 2024 ഉദ്ഘാടനം ചെയ്തത്. PTA പ്രസിഡന്റ് ഹംസ പരിപാടിക്ക് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക രേഖ രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ ബാബു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വികസന സമിതി കൺവീനർ ചാക്കോ എബ്രഹാം, MPTA പ്രസിഡന്റ് റൂബി ഷാജി, OSA പ്രസിഡന്റ് സിജു MJ, PTA വൈസ് പ്രസിഡന്റ് സജി TT എന്നിവർ ആശംസകൾ അറിയിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഷർമിള ടീച്ചർ ഉദ്ഘാടനത്തിന് നന്ദി അറിയിച്ചു.
കലോത്സവ കൺവീനർമാരായ രേഷ്മ ടീച്ചർ, ബിൻസി ടീച്ചർ, റീന ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ സൃഷ്ടിക 2024 വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. പക്ഷേ എങ്ങനെ കണക്കൊപ്പിൽ കലക്കുമെന്ന് ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റഡ് റിയാലിറ്റി ആംബുലൻസ് ഒക്ടോബർ 2-ന് അമർ ജവാൻ പാർക്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. അൾട്രാസൗണ്ട് സ്കാൻ, ബ്ലഡ് ടെസ്റ്റ്, എക്കോ, ECG, ഡിജിറ്റൽ സ്റ്റെതസ്കോപ്പ്, പൾസ് ഓക്സിമീറ്റർ, ഹാർട്ട് റേറ്റ്, BP തുടങ്ങിയ സൗകര്യങ്ങൾ ആംബുലൻസിൽ ഒരുക്കിയിരിക്കുന്നു. തൃശൂരിലുണ്ടാകുന്ന 2000-ഓളം ആക്സിഡന്റുകളിൽ 250-ലധികം ജീവൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഈ ആംബുലൻസ് സംവിധാനം വഴി കഴിയും. വാർത്താ സമ്മേളനത്തിൽ MM അബ്ദുൾ ജബ്ബാർ, ഡോക്ടർ ഫാസിൽ അബൂബക്കർ, K ജയരാജൻ, ഡോക്ടർ ഷൈജു, ഡോക്ടർ നദീം എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർവീസിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മ ഓർമ്മക്കൂട്ട് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷം ഒഴിവാക്കി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS-ന് മുൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളും ഓർമ്മക്കൂട്ട് രക്ഷാധികാരിയുമായ ഡോക്ടർ VK രാമൻകുട്ടി ചെക്ക് കൈമാറി. ഓർമ്മക്കൂട്ട് ഭാരവാഹികളായ CT ദേവി, VS സേതുമാധവൻ, PR രാജേന്ദ്രൻ, ആനന്ദരാജ്, KN നാരായണൻ, AS നദീറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ സ്കൗട്ട്സ് ഗ്രൂപ്പിന്റെ 61-ാം വാർഷികം ഒക്ടോബർ 2-ന് വിദ്യാർത്ഥി കോർണറിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2:30-ന് ടൗൺ ഹാളിൽ നടക്കുന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. OF ജോയ് അധ്യക്ഷനാകും. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരിക്കും. DEO A അൻസാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ OF ജോയ്, ജോസി B ചാക്കോ, EU രാജൻ, CI തോമസ്, VS ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25-ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ, ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര, ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മണ്ണുത്തി നോർത്ത്, മണ്ണുത്തി സൗത്ത് എന്നീ യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണം ജില്ലാ കമ്മിറ്റി അംഗം P. ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് KV വാസുദേവൻ അധ്യക്ഷനായി. മണ്ണുത്തി സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് MK സണ്ണി സ്വാഗതം പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി A. അറുമുഖൻ 80 കഴിഞ്ഞ പെൻഷൻകാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വെള്ളാനിക്കര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സുജിത് ജോസഫ് വയോജനങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ജോസ് കല്ലേരി, P. രാജു, OK മധുസൂദനൻ, KP ജോർജ്, G. ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അലക്സ് നന്ദി അറിയിച്ചു. എല്ലാ വർഷവും വളരെ ഗംഭീരമായി തന്നെ ഈ ദിനം ആചരിക്കാറുണ്ട്. പൊതുവെ നമുക്ക് തോന്നാറുണ്ട് വയോജന ദിനം ആചരിക്കുമ്പോൾ വയോജനങ്ങൾ എത്രത്തോളം എത്തും എന്ന ഒരു സംശയം ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ സൗത്തും നോർത്തും യൂണിറ്റ് ഒത്തൊരുമിച്ച് ഈ ഹോള് നിറഞ്ഞ് തുളുമ്പുന്ന അത്രയും ആൾക്കാരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് എന്തിന്റെ തെളിവ്? നമ്മളൊന്നും വയോജനങ്ങളെല്ലാം നമ്മളിപ്പോഴും പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണ്. നമ്മുടെ പരിപാടി വൻ വിജയമാക്കണമെന്ന് ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്രയധികം സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സ് ധന്യമാക്കിയത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിലെല്ലാവരോടും ഞാൻ നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അർപ്പിക്കുകയാണ്. നമ്മള് പൊതുവെ ആദ്യം ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നടത്താറുള്ളത്. മണ്ണുത്തി VVS ഹൈസ്കൂൾ 81-82 വർഷത്തിൽ SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഉണർവ് 82വിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം റവന്യൂ മന്ത്രി K. രാജന് കൈമാറി. വൈസ് പ്രസിഡന്റ് PS സത്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK വിൽസൺ സ്വാഗതം ആശംസിച്ചു. ബാബുരാജ് PG, ബാലചന്ദ്രൻ VS, MK ഡിക്സൺ, ഹുസൈൻ PM എന്നിവർ പങ്കെടുത്തു. തൃശൂർ ചേതന മ്യൂസിക് അക്കാദമി ഒക്ടോബർ 4, 5, 6 തീയതികളിൽ റീജിയണൽ തിയേറ്ററിൽ മൈക്രോഫീലിയ 2.0 എന്ന പരിപാടി നടത്തുമെന്ന്
ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് അറിയിച്ചു. ഒക്ടോബർ 4 വൈകിട്ട് 6 മണിക്ക് സംഗീത സംവിധായകൻ ജെറി അമൽ ദേവ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോർജ് തോട്ടാൻ അധ്യക്ഷനാകും. മ്യൂസിക് അക്കാദമി വിദ്യാർത്ഥികളുടെ വിവിധ സംഗീത പരിപാടി ഉണ്ടാകും. ഒക്ടോബർ 5 നാഷണൽ ലെവൽ പിയാനോ വയലിൻ മത്സരം ഫൈനൽ നടക്കും. വിജയികളെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പ്രഖ്യാപിക്കും. തുടർന്ന് സംഗീത പരിപാടി ഒക്ടോബർ 6 സമാപനം. പ്രവേശനം സൗജന്യം. വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് ചക്കാലമറ്റത്ത്, പോൾസൺ ചാലിശ്ശേരി, റിയാസ് അബ്ദുൾ, ജിമ്മി മാത്യു എന്നിവർ പങ്കെടുത്തു. പുത്തൂർ പൊന്നൂക്കര റോഡിൽ ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അധികാരികൾ. പുത്തൂർ പൊന്നൂക്കര റോഡിലെ കൂനൻമൂലയിലാണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളായി വെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടിയ ഭാഗത്തെ റോഡും തകർന്ന അവസ്ഥയിലാണ്. ദിവസേന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഈ അവസ്ഥ. റോഡിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ മറ്റു വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരിലേക്കും വെള്ളം തെറിക്കുന്നത് പതിവാണ്. കുടിവെള്ളക്ഷാമത്താൽ പൊറുതിമുട്ടുന്ന പ്രദേശത്താണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നത്. ഇതിനെല്ലാം പരിഹാരം എത്രയും വേഗം പൊട്ടിയ പൈപ്പ് ശരിയാക്കണമെന്നുള്ളതാണ്. KPMS ജില്ലാതല നേതൃയോഗം ഒക്ടോബർ 3 രാവിലെ 10 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് PA അജയ് ഘോഷ് അധ്യക്ഷനാകും. 12 യൂണിയൻ കമ്മിറ്റികളിലെ 131 ശാഖകളിൽ നിന്ന് 1000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ PN സുരൻ, ശാന്ത ഗോപാലൻ, ശശി കൊരട്ടി, ഷാജു ഏത്തപ്പിള്ളി, TK സുബ്രൻ എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിൻ നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. മാലിന്യമുക്തമായ നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ ശില്പശാല നടത്തി. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിന്റെ പഞ്ചായത്ത് തല ശില്പശാല തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ KB ബാബു എന്നിവർ സംസാരിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ AS ശ്രീഷ്മ വിഷയം അവതരിപ്പിച്ചു.
നമ്മൾ കിട്ടുന്ന എല്ലാ യോഗത്തിലും ഇതിന്റെ പ്രാധാന്യ പ്രസക്തിയും നല്ലവണ്ണം പറയുന്നുണ്ട്. ഇപ്പോ നല്ല വെള്ളം എല്ലാവർക്കും ആവശ്യം വേണം, നല്ല വായു വേണം, നല്ല പരിസരം വേണം. ഇതെല്ലാം വേണം എന്ന് ആഗ്രഹമുള്ളവരെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും. എന്നാൽ ഇത് എങ്ങനെ നേടിയെടുക്കാം? ഒരു വൃത്തിയുള്ള പരിസരം. ഗ്രാമിക മോഹൻ സുബ്രഹ്മണ്യൻ നാടക പുരസ്കാരം സുനിൽ ജി വക്കത്തിന് നൽകുമെന്ന് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കലാവേദി ഭാരവാഹികൾ അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവുമാണ് പുരസ്കാരം. ഒക്ടോബർ 26 4 മണിക്ക് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം നിർവഹിക്കും. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ പുരസ്കാരം സമർപ്പിക്കും. നാടക അവതരണവും ഉണ്ടായിരിക്കും. ശശിധരൻ നടുവിൽ, വി ഡി പ്രേംപ്രസാദ്, പി കെ കിട്ടൻ, സി മുകുന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടത്തറ സ്വദേശി പൊന്നോക്കാരൻ വീട്ടിൽ നെയ്മർ എന്ന 26 വയസ്സുള്ള നിനോയാണ് അറസ്റ്റിലായത്. ഇയാളുടെ പേരിൽ വധശ്രമം, ഭീഷണിപ്പെടുത്തൽ, മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങി നിരവധി കേസുകൾ നിലവിലുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ജിയോ കുറുമ്പൂസിന്റെ സംഘത്തിലെ അംഗം കൂടിയാണ് നിനോ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വയോജന ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഗായകൻ സുനിൽ ജോൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പൊന്നൂക്കര റോഡിൽ പൈപ്പ് പൊട്ടി ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നു. അധികാരികൾ അവഗണിക്കുന്നതായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.